ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സലിലെ ഒരു ടിപ്സാണ്. ഞാൻ അതിനു വേണ്ടി ഇവിടെ എക്സൽ ഓപ്പൺ ചെയ്യുന്നു. എക്സൽ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഞാൻ കുറച്ച് വാല്യൂകൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പർച്ചേസ്, അതേപോലെ നെക്സ്റ്റ് റോയിൽ സെല്ല്, അത് കണ്ടിന്യൂ ആവുന്നുണ്ട്. പർച്ചേസ് സെല്ല് എന്നത്. ഇനി എനിക്ക് ഈ പർച്ചേസിൻ്റെ സമ്മും, അതായത് ടോട്ടൽ വാല്യൂവും സെല്ലിൻ്റെ ടോട്ടൽ വാല്യൂവും സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. അതായത് അത് ആഡ് ചെയ്ത് ടോട്ടൽ വാല്യൂ എടുക്കണം. ഓക്കെ, നമ്മൾ നോർമലി എന്താണ് ചെയ്യുക? ഇവിടെ വന്നിട്ട് ഈസിക്കൽ ടു കൊടുത്ത് 32 പ്ലസ്, അടുത്തത് 62 പ്ലസ്, അടുത്തത് 20 പ്ലസ്, അങ്ങനെ എല്ലാം ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്താൽ ടോട്ടൽ വാല്യൂ വരുന്നതായിരിക്കും. അങ്ങനെ അല്ലാതെ ഒരു ഈസി മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനുശേഷം ഒരു ഫോർമുല ഇടുന്നു. ഈസിക്കൽ ടു സം ഈഫ്, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കുക. അതിനുശേഷം ഈ ഏരിയ സെലക്ട് ചെയ്യണം, റേഞ്ച്, അതായത് പർച്ചേസ് സെല്ല് എന്ന ഏരിയ ഇതുപോലെ സെലക്ട് ചെയ്യുക. അതിനുശേഷം കോമ, അതിനുശേഷം ഡബിൾ കോമ ഇട്ടതിന് ശേഷം നമുക്ക് ഈ കോളത്തിൽ പർച്ചേസിൻ്റെ ടോട്ടലാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ ടെക്സ്റ്റ് പർച്ചേസ് എന്ന് ടൈപ്പ് ചെയ്ത് ഡബിൾ കോമ ക്ലോസ് ചെയ്യുന്നു. കോമ, അടുത്തത് വാല്യൂവിൻ്റെ റേഞ്ച്, അതായത് വാല്യൂവിൻ്റെ കോളത്തിലുള്ള റേഞ്ച്, അതായത് ഈ എമൗണ്ടിൻ്റെ റേഞ്ച് ഇതുപോലെ സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ വാല്യൂ 804 വന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് സെല്ലും അതുപോലെ, അതായത് സെൽ എമൗണ്ടും അതുപോലെ ഒന്ന് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഈസിക്കൽ ടു സം ഈഫ് ഓപ്പൺ ബ്രാക്കറ്റ് റേഞ്ച് കോമ, അതിനുശേഷം ഡബിൾ കോമ ഇട്ടതിന് ശേഷം സെൽ എന്ന് ടൈപ്പ് ചെയ്ത് ഡബിൾ കോമ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം കോമ, അതിനുശേഷം ഈ റേഞ്ച് സെലക്ട് ചെയ്തതിനു ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ. ഇപ്പോൾ ആ വാല്യൂ ഇവിടെ വന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ വന്ന വാല്യൂ ശരിയാണോ എന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും 804 ആൻഡ് 994 ആണ്. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഫിൽറ്റർ ഇടുന്നു. അതിനുശേഷം ഇവിടെ വന്ന് പർച്ചേസ് മാത്രം സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ വന്ന് നോക്കിയാൽ 804 ആ വാല്യൂ തന്നെ ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒഴിവാക്കി സെല്ല് എന്നത് മാത്രം വെക്കുന്നു. ഇതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും 994 ആണ്. ഇപ്പോൾ സെല്ല് മാത്രം ഫിൽട്ടർ ആയിട്ടുണ്ട്. അതും നിങ്ങൾ ഇവിടെ വന്ന് നോക്കിയാൽ കാണാൻ പറ്റും 994. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.